ഓം നമ ശിവായ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ശിവഭഗവാൻ. ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഭക്തിയും മനസ്സിൽ സൂക്ഷിക്കുന്നവരെ അവർക്ക് 1 രൂപ നാണയം പോലും കാണിക്ക സമർപ്പിക്കാനില്ലെങ്കിലും, ഒരു പൂവോ ഒരു നുള്ളു ജലമോ ഒന്നും തന്നെ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഭഗവാൻ കൈവിടില്ല, നിങ്ങളെ ചേർത്തു നിർത്തും. കരുണാമയനായ മഹാദേവന് കോപത്തിൻ്റെ മൂർധന്യത്തിലെത്താനും അധികം കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയൊരു തെറ്റുപോലും തൻ്റെ ഭക്തൻ ചെയ്യുന്നത് മഹാദേവനെ ക്ഷിപ്രകോപിയാക്കി മാറ്റും. ക്ഷിപ്രകോപിയാണെങ്കിലും നിങ്ങളിലെ ഭക്തനെ എന്തും നൽകി പ്രസാദിപ്പിക്കുവാനും മഹാദേവന് കഴിയും. നമ്മളെല്ലാവരും ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ്. ദുഃഖഭാരം മുഴുവൻ ഭഗവാന്റെ മുന്നിൽ ഏറ്റുപറയുമ്പോൾ കിട്ടുന്ന ആശ്വാസം ചില്ലറയല്ല. എന്നാൽ ശിവക്ഷേത്ര ദർശനത്തിൽ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പലവട്ടം നാം അത് ചെയ്തിട്ടുണ്ടാകും. ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ശിവക്ഷേത്രത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം. ഒന്നാമതായി, മറ്റൊരുവിൻ്റെ നാശത്തിനായി ശിവക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കുക. നിങ്ങൾക്കെതിരായി എത്ര വൃത്തികേട് ചെയ്തവനായാലും നീചപ്രവർത്തികൾ ചെയ്തവനായാലും ഒരിക്കലും നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ നിങ്ങളോട് ചെയ്ത ആളായാലും ശരി, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നാശത്തിനായോ അവർക്ക് എന്തെങ്കിലും വന്നു ഭവിക്കണമെന്നോ മനസ്സിൽ പോലും ഉരുവിടരുത്. അത് നിങ്ങൾക്ക് തന്നെ നാശമായി വന്നു ഭവിക്കും. ശിവകോപത്തിന് ഇരയാവാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, പരമേശ്വരന് നേരുന്ന നേർച്ചകൾ ഒരിക്കലും മറ്റൊരാളോട് പറയുകയരുത്. നിങ്ങളും ഭഗവാനുമായി ഉണ്ടാക്കുന്ന ഉടമ്പടികൾ പോലെയാണ് നേർച്ചകൾ. ഇന്ന കാര്യം നടന്നാൽ ഇന്നത് ചെയ്യാമെന്നത് ഭഗവാനും ഭക്തനും ഇടയിൽ മാത്രം നിൽക്കേണ്ട കാര്യമാണ്. മറ്റൊരു വ്യക്തി, അതായത് ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ മകളോ ആരായാലും മറ്റൊരാളോടത് പറയാൻ പാടില്ല. വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല, ചേർത്തു പിടിച്ച കൈകൾ ഭഗവാൻ ഒന്ന് അയക്കാൻ സാധ്യത കാണും. മൂന്നാമത്തെ കാര്യം, ശിവക്ഷേത്രത്തിൽ ചെന്നാലുടനെ നാം ചെയ്യുന്ന കാര്യമാണ് ദുഃഖത്തിൻ്റെ മാറാപ്പുകൾ ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെക്കുക എന്നത്. എന്നാൽ ശരിയായ രീതി അതല്ല എന്ന് മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ടത് 3 തവണ ഓം നമ ശിവായ മന്ത്രം ചൊല്ലി നന്ദിയെ വണങ്ങുക എന്നതാണ്. ആരും ഈ കാര്യം ചെയ്യാറില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നന്ദിയെ 3 തവണ വണങ്ങി ഓം നമ ശിവായ ചൊല്ലി പിന്നീട് 108 പ്രാവശ്യം ഓം നമ ശിവായ ചൊല്ലി ഭഗവാനെയും വണങ്ങിയ ശേഷം മാത്രം ഭഗവാനോട് സങ്കടങ്ങൾ പറയുക. ഒരു കാരണവശാലും ഈ രീതി തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. നാലാമതായി, ഭഗവാൻ ഉണ്ടെങ്കിൽ ഇതെനിക്ക് നടത്തി തരണം, ഭഗവാൻ ഉണ്ടെങ്കിൽ ഇത് ശരിയാക്കി തരണം എന്നുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കുക. ഇത് ഭഗവാനെ വെല്ലുവിളിക്കുന്നതിന് സമമാണ്. ഭഗവാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയാണിത്. ഭഗവാൻ ഉണ്ടെങ്കിൽ എന്നൊരു ഭക്തൻ പറയുമ്പോൾ ഉണ്ടെന്നുറപ്പില്ലാതെയാണോ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് എന്ന ചോദ്യം ഉയരും. ഭഗവാനുണ്ട്. സർവ്വചരാചരങ്ങളുടെയും സ്പന്ദനം തന്നെ ഭഗവാന്റെ നിലനിൽപ്പിൽ അധിഷ്ഠിതമാണ്. അഞ്ചാമത്തെ കാര്യം, ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയും കൈമുതലാക്കി വേണം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. നമശിവായ മന്ത്രങ്ങളല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കാണുവാനും സംസാരിക്കാനും വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളായി ക്ഷേത്രങ്ങൾ മാറാറുണ്ട്. ചുറ്റുമുള്ളവർ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഇവർ പരിസരം മറന്ന് കണ്ണും നോക്കി നിൽക്കുന്നത് കാണാറുണ്ട്. ഇതുപോലുള്ള കുൽസിതങ്ങളുമായി ശിവക്ഷേത്രങ്ങളിലേക്ക് പ്രത്യേകിച്ച് കയറാതിരിക്കുക. നിങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അവസാനമായി പറയാനുള്ളത്, ആഗ്രഹ സഫലീകരണം ഉണ്ടായില്ല എങ്കിൽ ഭഗവാനെ പഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ആലോചിക്കുക, നിങ്ങളൊരു യഥാർത്ഥ മഹാദേവ ഭക്തനാണെങ്കിൽ ഏറ്റവും നല്ലത് മാത്രമേ ഭഗവാൻ നിങ്ങൾക്കായി നൽകുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചതാകില്ല നിങ്ങൾക്കായുള്ള ഭഗവാന്റെ പദ്ധതി. അതിലും മെച്ചപ്പെട്ടത് എനിക്ക് വന്നു ചേരും, ഞാൻ കാത്തിരിക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി എന്ന് മാത്രം ചിന്തിക്കുക. നിരാശനാകേണ്ടി വരില്ല. ഇത്രയുമാണ് ശിവക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.